ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബും ലക്നൌവുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ പഞ്ചാബ് ജയിച്ചിരിക്കുകയാണ്. 236 റൺസാണ് പഞ്ചാബ് അടിച്ചുകൂട്ടിയത്. ലക്നൌവിനെ ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. ഇന്ന് പഞ്ചാബും അതുപോലെ ആദ്യ മാച്ചിൽ കൊൽക്കത്തയും ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ IPL-ലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL-ന്റെ പ്ലേ ഓഫ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് ജയിച്ചപ്പോൾ അവരെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പഞ്ചാബിന് ഇപ്പോൾ 15 പോയിന്റ് ഉണ്ട്. പഞ്ചാബും 89% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് RCB തന്നെയാണ്. അവർക്ക് 16 പോയിന്റ് ഉണ്ട്. ഇന്ന് പഞ്ചാബ് കളി ജയിച്ചപ്പോൾ മുംബൈ ടീം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈക്ക് 14 പോയിന്റ് ഉണ്ട്. ഗുജറാത്തിനും 14 പോയിന്റ് തന്നെയാണ്. ഈ 4 ടീമുകളാണ് ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇവരെ 99% പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്നത് ഉറപ്പാണ്. ഇനി മത്സരിക്കാനുള്ളത് ഡൽഹി, കൊൽക്കത്ത, ലക്നൌ ആണ്. ഈ 3 ടീമുകൾ തൊട്ടു താഴെയുണ്ട്. ഡൽഹി ടീമിന് 12 പോയിന്റാണുള്ളത്. അതുപോലെ കൊൽക്കത്ത ടീമിന് 11. ലക്നൌവിനാകട്ടെ 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. പഞ്ചാബ് പെട്ടെന്നാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പഞ്ചാബ് ഇന്ന് മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. CSK ടീം IPL-ന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. അതുപോലെ ഹൈദരാബാദും. ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാൻ തോറ്റപ്പോൾ അവരുടെയും ചാൻസ് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചാൻസ് ഉള്ളത് ലക്നൌ, കൊൽക്കത്ത, ഡൽഹിയാണ്. നിലവിലെ പോയിന്റ് ടേബിൾ നോക്കിയാൽ RCB, പഞ്ചാബ്, മുംബൈ, ഗുജറാത്ത് ഈ 4 ടീമായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ടൈറ്റ് മാച്ച് വന്നിരിക്കുന്നത്. ഒരുവിധം എല്ലാ ടീമിനും ഒരുപോലത്തെ പോയിന്റ് ആണ്. അതാണ് ഇപ്പോൾ പണിയായിരിക്കുന്നത്. അവസാന സമയത്ത് മാത്രമേ ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്നത് പ്രവചിക്കാൻ സാധിക്കൂ. ഒരേ പോയിന്റ് വന്നാൽ ചിലപ്പോൾ നെറ്റ് റണ്ണിന്റെ അടിസ്ഥാനത്തിൽ പോലും ചില ടീമുകൾ പുറത്തായേക്കാം. അത്രയ്ക്കും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.